സംഘടനയുടെ ചർച്ച വന്നു എനിക്കെതിരിൽ കക്കാട് അഹമ്മദ് ഉമർ ഹാഷിം, എല്ലാവരും അംഗീകരിക്കുന്ന വലിയ പണ്ഡിതനല്ലേ, മർക്കസിലേക്ക് പലപ്പോഴും അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്, നോട്ടീസ് പേര് വെച്ചിട്ടുണ്ട്. അതിന് മറുപടി എന്താ? മർക്കസിൽ വേറെ ആളുകൾ വന്നിട്ടുണ്ട്, RSSകാരും വന്നിട്ടുണ്ട്, BJPക്കാരും വന്നിട്ടുണ്ട് എന്നാണ് മറുപടി. അസക്കാഫ പത്രത്തിൽ ഉമർ ഹാഷിമിന്റെ ലേഖനം വന്നിട്ടുണ്ട്, അതിന് വാജ്പേയിന്റെ പറ്റിയും. എന്താണ് ഈ മറുപടിയൊക്കെ? സമകാലീനനായ വലിയൊരു പണ്ഡിതൻ ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിം എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരിക്ക് 8 ജുസുള്ള ഫൈദുൽ ബാരി എന്ന ശറഹ് എഴുതിയ മഹാനാണ്. അതിനേതോ പണ്ഡിതന്മാര് ദസൂഖിയായ ഒരു കുട്ടിക്ക് എഴുതി കൊടുത്തു. അതായത് എനിക്ക് ഇതുപോലും അറിയാതെ ആയല്ലോ. ഫൈദുൽ ബാരി എഴുതിയത് മുഹമ്മദ് അൻവറുൽ കശ്മീരിയാണ്. ഇതുപോലും കക്കാട് പറ്റിച്ചില്ല, മഅദനിനെ പറ്റിച്ചു. അങ്ങനെ വെച്ചോ, മുഹമ്മദ് അൻവറുൽ കശ്മീരി അങ്ങനെ ഒരു കിതാബ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിമിനെ ആ പേരിൽ ഒരു കിതാബ് എഴുതിക്കൂടാ? 8 ജുസുള്ള ഫൈദുൽ ബാരി. ആ അഹമ്മദ് ഉമർ ഹാഷിം ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ ഈ സമ്മേളനത്തിൽ സമാപന പ്രസംഗം മുഖ്താറിന്റെ വകയാണ്. ആ പ്രസംഗത്തിൽ ഷെയ്ഖ് മുഖ്താറിന്റെ പേര് കണ്ട് വിളിച്ചപ്പോ കരഘോഷാണ്. ഷെയ്ഖിനെ സ്വീകരിച്ചുകൊണ്ടുള്ള എല്ലാ ഷെയ്ഖന്മാരും അത് പാടില്ല, അത് ഹറാമാണെന്ന് നാളെ പറഞ്ഞോ. ഷാലിയാത്തിന്റെ കിതാബൊന്നും നോക്കണ്ട. കേരളം മാത്രമേ ഇസ്ലാം ദീനുള്ളൂ, കേരളം മാത്രമേ ലോകമുള്ളൂ എന്ന് പറയരുത്. ഇവിടെ ബുർദന്റെ മജ്‌ലിസിലൊക്കെ ആട്ടവും പാട്ടും കൈയടിക്കലും ഒക്കെ വിദേശത്തുനിന്ന് വന്ന നല്ല മനുഷ്യന്മാർ ചെയ്തു. ഇവരുടെ സദസ്സിൽ അത് വീഡിയോയിലായി പകർത്തിയിട്ടുണ്ട്, പലർക്കും പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് മുട്ടിപ്പോയാൽ ഹറാം. നമ്മുടെ ഷെയ്ഖിന്റെ ഒരു ഫോട്ടോ സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ ഇവിടെ വെച്ചാൽ ഹറാം. ഇവരുടെ ഫോട്ടോ എവിടെ എങ്ങനെയും വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്താണ് ഈ പറയുന്നത്? അപ്പൊ ഞാൻ പറയുന്നത്, ഈ തരീഖത്തിന്റെ സമ്മേളനത്തിൽ മശായിഖു തുറുഖ സൂഫിയ്യ അല്ലദീന ഹദറുൽ മുഅ്തമർ, ഇത് 2005-ലാണ് 73 തരീഖത്തുകളുടെ സംയുക്ത സൂഫി സമ്മേളനം മദീനത്തുൽ കിറാമിൽ. ആരൊക്കെ പങ്കെടുത്തു? അഹമ്മദ് കാമിൽ യാസീൻ അർ-റിഫായി, റിഫായി ഷെയ്ഖിന്റെ പ്രിയപ്പെട്ട പേരമകൻ അബ്ദുൽ ഖാലിദ് കാമിൽ അശ്ശബ്റാവി. അങ്ങനെ ഖാദിരിയ തരീഖത്തിന്റെ, ഷാദിലിയ തരീഖത്തിന്റെ 35ഓളം തരീഖത്തിന്റെ ഷെയ്ഖുമാർ ഷെയ്ഖ് മുഖ്താറിന്റെ വീട്ടിൽ കേന്ദ്രത്തിൽ തസവ്വുഫിന്റെ സമ്മേളനത്തിൽ വന്നു. എന്നിട്ട് ഈ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്റർനെറ്റിൽ നിന്ന് എന്തോ ഒരു കോപ്പി എടുത്തിട്ട് ഈ സൈദി എന്ന മനുഷ്യൻ പ്രസംഗത്തിൽ പറയുന്ന എന്താ പറയുന്നത്? അംഗീകാര സമ്മേളനത്രേ. എന്ത് അംഗീകാരം? അത് അദ്ദേഹം ചോറ് വെച്ച് വിളമ്പിക്കൊടുത്തപ്പോ അവിടെ എല്ലാവരും കൂടിയ സമ്മേളനം നടത്തിനി. ആദരവിന്റെ പരിപാടിയൊന്നുമല്ല, ചോറ് വിളമ്പിക്കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രസംഗിക്കാൻ ചാൻസും കൊടുത്ത്. നുണ പറയുന്നതിനൊരു അറ്റം വേണ്ടേ? മഅദനി ഇവിടുന്ന് പ്രസംഗിച്ചത് ആദരം സമ്മേളനാണ്. മുഅ്തമർ തക്രീം ഷെയ്ഖ് മുഖ്താറിനെ അത് 5/5/2007 തീയതി മഅദനി പറഞ്ഞിട്ടുണ്ട് പ്രസംഗത്തിൽ. അതിപ്പോ ഈ അടുത്ത് നടന്നത് 5/5/2007. എന്നിട്ട് സൈദി പത്രം പൊക്കി പിടിച്ചിട്ടാ പറയണത്. എന്ത് അംഗീകരിച്ചു ഞങ്ങൾ പറയണത്? ആ സമ്മേളനത്തിൽ പലരും പ്രസംഗിച്ചിട്ടുണ്ട്. ഹിസ്നി മുബാറക് പ്രസംഗിക്കുന്ന ഫോട്ടോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ മജ്‌ലിസിൽ ഹിസ്നി മുബാറക് പ്രസംഗിക്കാൻ വന്നോ? അങ്ങനെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഹിസ്നി മുബാറക് ആ മജ്‌ലിസിൽ പ്രസംഗിക്കുന്നു. പച്ച മലയാളത്തിൽ പറയാ, വേറെ പത്രം കാണിച്ചിട്ട് ഇതല്ല, ഇന്റർനെറ്റിൽ നിന്ന് എന്തോ എടുത്തിട്ട് പ്രസംഗിക്കുക. പ്രധാനമന്ത്രി ഒരിക്കൽ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ മദ്റയിൽ വന്നിരുന്നു.